അങ്ങനെ എൻ്റെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അടുക്കളയിൽ നോക്കിയപ്പോൾ കാണുന്നത് മിനിയമ്മയും കൺമണിയും കൂടി ബീഫ് വെക്കാനുള്ള പോരാട്ടത്തിലാണ്. പേരും രണ്ട് രീതിയിലാണ് ബീഫ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏത് രീതിയിൽ ബീഫ് കറി ആയി വരുമെന്ന് നമുക്ക് ഉച്ചക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ നേരെ എൻ്റെ പണിയിലേക്ക് പോയി. ഈ സ്ഥലം മൊത്തം വൃത്തിയാക്കലാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അതായത് പഴയ ബാത്റൂം ഞാൻ വെറുതെ ഒന്ന് കൈവച്ചാൽ പിന്നെ അത് മൊത്തം പൊളിക്കേണ്ടി വന്നു. ഉപയോഗമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് പൊളിച്ചപ്പോൾ കുറച്ച് ഇഷ്ടി നമുക്ക് ബാലൻസ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ മൊത്തം അടുക്കി വെക്കാമല്ലെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലം വന്നത് ഈ ഭാഗം മൊത്തം ചെളിയുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്തിരി പൊക്കലാണ്. അവിടെ നിന്ന് ആ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് താന്നാ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചെളിവെള്ളം ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ ആ ഇഷ്ടികയെല്ലാം ഇവിടെ അടുക്കി വെച്ച് പൊക്കാന്നൊരു പ്ലാനിങ് എനിക്ക് കിട്ടി. ആദ്യം ഇഷ്ടിക വല്ലയിടത്തും മാറ്റി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഇതങ്ങോട്ട് ചെയ്തപ്പോൾ പിന്നെ ടെൻഡൻസി കൂടി. ഇത് കാണാനുള്ളൊരു ഭംഗി എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഓർത്ത് അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ അലക്കലിൻ്റെ അടുത്ത് വരെ ഇഷ്ടിക ചെയ്യുവാണെങ്കിൽ അത്രയിടം വരെ നമ്മൾ അടുക്കി പോകാമെന്നാണ് തീരുമാനിച്ചത്. അടുക്കി പോരാൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ടാങ്ക് ഉണ്ട്. പക്ഷേ ആ ടാങ്കിൽ നല്ല വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അത് കാരണം ആ ടാങ്കിൽ ഒഴിവാക്കിയിട്ടേ നമുക്ക് ഇഷ്ടിക എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ നൈസായിട്ട്. പിന്നെ ഇന്ന് പൊതുവെ വെയിൽ കുറവായിരുന്നു. മഴക്കാറ് ചെറുതായിട്ടുള്ള കാരണം വലിയ സീനുണ്ടായില്ല. നല്ല ചൂട് കുറവായിരുന്നു. അത് കാരണം എനിക്കിത് ചെയ്യാനും വലിയ മടുപ്പുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞിരുന്ന് ചെയ്യണമെന്നുള്ളൊരു ടാസ്ക് കൂടി ഉണ്ടായുള്ളൂ. ഇടയ്ക്ക് നടുവേദന ഉള്ള കാരണം കുനിഞ്ഞിരുന്ന് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അമ്മ അച്ഛനും കൂടി ഹെൽപ്പിനുണ്ടായത് കാരണം പണി പെടപെടയെന്ന് തീർന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നെങ്കിൽ ഇത്രയൊന്നും തീരില്ലായിരുന്നു. അവരുടെ ഹെൽപ്പും കൂടി ഉണ്ടായത് കാരണം സംഭവം എളുപ്പമായി. പിന്നെ അച്ഛൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് കല്ല് നിരത്തിയെടുത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മണ്ണിട്ട് നിരത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നല്ല മണ്ണ് കുറച്ച് അപ്പുറത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് നേരെ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് അങ്ങോട്ട് പൂശിയിട്ട് ചൂല് വെച്ച് അങ്ങോട്ട് സെറ്റാക്കി. പിന്നെ ഒന്നും നോക്കാമല്ല, നല്ല അടിപൊളി ഭംഗിയായി. കാരണം നല്ല സീറ്റിങ്ങിലാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ മണ്ണിൻ്റെ ലെവലൊക്കെ ഏകദേശം നോക്കി. എന്നിട്ട് തൂമ്പയ്ക്ക് അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ്. ഭയങ്കര വൃത്തികേടായിട്ടിരുന്നൊരു ഭാഗമാണ്. ഈ ഭാഗത്ത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ എല്ലായിടത്തും വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെറിയ ഒരു വാച്ചിൻ്റെ പീസ് കിട്ടി. പണ്ട് പെങ്ങളുടെ വാച്ചായിരുന്നത്. അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വെച്ച് തീയിടാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. വൈകിട്ട് മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം തീയിടണേ. അപ്പോഴത്തേക്കും ഉച്ച ടൈമായി. ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ പോയി ബീഫും കൂട്ടി നല്ല പെടപെടച്ച് അങ്ങനെ ഒന്ന് നിവർത്തി ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. നടുവിന് നല്ല പെയിൻ ഉണ്ട്. അപ്പം കിടക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും കൺമണി വന്നിന്ന് കുശലം പറയാൻ തുടങ്ങി. പിന്നെ ഉറക്കവും നടന്നില്ല. പിന്നെ ഒരു 5 മിനിറ്റ് കിടന്ന് നേരെ വീടിൻ്റെ ബാക്കിലോട്ട് വീണ്ടും പണിയിലേക്ക്. നേരത്തിന് മുമ്പ് പണിയൊക്കെ ഒന്ന് ഒതുക്കണമെന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാൽ പിന്നെ അത് ഏകദേശം ഒതുക്കാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ തീയിടുന്ന കാര്യം ഏകദേശം തീരുമാനമായി. തീയിട്ട് നല്ല ചൂടാണ്. അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഓലയൊക്കെ ഉണ്ടായത് ഞാൻ എൻ്റെ മേലെ ഇട്ട് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് ആ ഓല വലിക്കുന്നതിനൊക്കെ എൻ്റെ മേത്ത് വന്ന് അതിൻ്റെ കൂമ്പ് വീണ്. ഉണങ്ങിയെന്ന തെങ്ങിൻ്റെ ഒന്നും പറ്റില്ല ഭാഗ്യത്തിന്. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്ന് ഇഷ്ടിക എടുക്കാമെന്ന് കുനിഞ്ഞപ്പോഴത്തേക്ക് ഇത് അടുത്ത പണി കിട്ടിയേക്കണം. മൂക്കിലേക്ക് ഒരു ഈച്ച ഓടിക്കയറി. ഓ, എന്താ ഒരു സീനെന്നറിയാതെ ചീറ്റി എൻ്റെ ഉപ്പാടിളകി പോയെന്ന് തോന്നണം. അങ്ങനെ ഈച്ചേനെയും ചീറ്റിക്കളഞ്ഞ് അങ്ങനെ ഇന്നപ്പോഴത്തേക്കും കൺമണി അലുവയും കൊണ്ട് വന്നേക്കാണ്. ചേട്ടാ ഒരു കഷ്ണം അലുവ കഴിക്കുന്നത്. ഞാൻ മധുരം നിർത്തിയ കാര്യം അവൾക്കറിയാം. എന്നാലും അവൾ അലുവയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുക. തരുമ്പോൾ പിന്നെ മധുരം നമ്മുടെ വീക്ക്നെസ് ആയിരുന്നു, കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അലുവയും ഒരു കഷ്ണം കപ്പലണ്ടിയും കഴിച്ച് ഞാൻ വയറൊന്നുകൂടി വീർപ്പിച്ച്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവം നടക്കാൻ പോകുന്ന കേസ്. അതെന്താ സംഭവം നിങ്ങൾ കണ്ടറിയുക. ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ നമ്മുടെ ഇതൊക്കെ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴതാണ് ഒരു വെള്ളിക്കെട്ടൻ പാമ്പ്, അതായത് വെള്ളിക്കെട്ട് ആണെന്ന് തോന്നുന്നു. അത് നെറ്റിലിട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അത് നമുക്ക് കിട്ടി. അതിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ നേരത്തെ മൂക്കൊക്കെ ചീറ്റിക്കൊണ്ടിരുന്നത്. എന്തോ ഭാഗ്യമുണ്ട്, എല്ലാവരും ഇത് കിട്ടിയതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടായിരുന്നു ഇഷ്ടികയൊക്കെ എടുത്തത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എല്ലാവർക്കും നല്ല ഭാഗ്യമുണ്ട്. അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം കൂടി ഞാൻ ചെയ്താണ് ഈ കാണുന്നത്. മൊത്തത്തിൽ ഞാൻ ആകാവുന്നൊക്കെ ഇഷ്ടികയൊക്കെ നിരത്തി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പഴയത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ലുക്ക് കിട്ടിയിട്ടുണ്ട്.